പ്രിയമുള്ള സുഹൃത്തെ, മലയാളം ബുക്ക് സമ്മറിയിലേക്ക് സ്വാഗതം. വലിയ സ്വപ്നങ്ങൾ കാണുക, അവ നേടിയെടുക്കാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ ചുറ്റുപാടും പോസിറ്റീവ് പിന്തുണ നൽകുന്നവരായ ആളുകളെ കൂട്ടിച്ചേർക്കുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും മികവ് പുലർത്താൻ ശ്രമിക്കുക. ഇതൊക്കെ ജാക്ക് കാൻഫീൽഡിൻ്റെ വാക്കുകളാണ്. ഫോക്കസ് കുറവുള്ളതുകൊണ്ടാണ് മിക്ക ആളുകളും പരാജയപ്പെടുന്നത്. അവർ ഉദ്ദേശിക്കുന്ന സ്ഥാനത്തൊന്നും അവർക്കൊന്നും ചെയ്തെടുക്കാൻ കഴിയാത്തത്. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് കുറച്ച് നേരം കണ്ട് പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് അടുത്ത വീഡിയോയിലോട്ട് പോകുന്നു. നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല, ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരാൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വിജയത്തിൻ്റെ അത്ഭുതകരമായ വഴി തുറക്കുക. ജാക്ക് കാൻഫീൽഡ്, മാർക്ക് വിക്ടർ ഹാൻസൺ, ലെസ് ഹെവിറ്റ് എന്നിവരുടെ ദി പവർ ഓഫ് ഫോക്കസ് എന്ന പുസ്തകം മികച്ച ഫോക്കസ് എങ്ങനെ നേടിയെടുക്കാമെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ആളാണോ? നിങ്ങളുടെ ഗോൾസ് മറക്കാറുണ്ടോ? നിങ്ങൾ ഫോക്കസിൻ്റെ ശക്തി പ്രയോജനപ്പെടുത്താൻ തയ്യാറുള്ള ആളാണോ? നിങ്ങളുടെ പതിവായിട്ട് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഇവയാണെങ്കിൽ ഈ ബുക്ക് അതിൻ്റെ പരിഹാരം നൽകും. എങ്ങനെ ജീവിതത്തിൽ ഫോക്കസ് ഉണ്ടാക്കണം എന്ന് പഠിപ്പിക്കാൻ അധ്യാപകന് ഷൂട്ടിംഗ് ആരോട് പഠിപ്പിക്കുകയാണ് കുട്ടികളെ. ആദ്യം പറഞ്ഞ് കണ്ണടച്ചുകൊണ്ട് അമ്പ് ലക്ഷ്യസ്ഥാനത്തേക്ക് അയക്കുക. കുട്ടികൾ അങ്ങനെ ചെയ്തപ്പോൾ അവരുടെ അമ്പ് ആ ലക്ഷ്യസ്ഥാനത്ത് ചെന്നില്ല. അധ്യാപകൻ വിദ്യാർത്ഥിയോട് എന്തുകൊണ്ടാണ് ഞാൻ കണ്ണടച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ വിദ്യാർത്ഥികൾ പറഞ്ഞു, ടാർജറ്റ് നോക്കാതെ ഷൂട്ട് ചെയ്യാൻ പഠിപ്പിക്കാനായിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അധ്യാപകൻ പറഞ്ഞു, ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നിങ്ങൾ ടാർജറ്റ് സെറ്റ് ചെയ്യണം. അപ്പം നിങ്ങൾ ടാർജറ്റ് ഒരിക്കലും മറക്കരുത് എന്ന് പഠിപ്പിക്കാനായിട്ടാണ് അധ്യാപകൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തണം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല അവസരം നഷ്ടപ്പെടും. ഇതിനർത്ഥം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഫോക്കസ് ഉണ്ടായിരിക്കണം. വിജയത്തിനോ പരാജയത്തിനോ കാരണമായി തോന്നുകയും ചെയ്യുന്ന മിക്ക ആളുകളും ശ്രദ്ധക്കുറവ് കാരണമാണ് വിജയിക്കാതെ തുടരുന്നത്. വിജയകരമായ ആളുകൾ എപ്പോഴും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. ചാപ്റ്റർ 1, യുവർ ഹാബിറ്റ്സ് വിൽ ഡിസൈഡ് യുവർ ഫ്യൂച്ചർ. നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത് ഹാബിറ്റ്സ് കൊണ്ടാണ്. കാരണം ദിവസവും ജീവിതത്തിൽ ചെയ്യുന്ന ജോലികൾ മാത്രമേ മുന്നോട്ട് പോകാൻ നിങ്ങളെ സഹായിക്കുന്നുള്ളൂ. കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കിടക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും. ഇതിനായിട്ട് സ്വയം വിശ്വസിക്കുക. നിങ്ങളുടെ ആന്തരിക ശബ്ദം ശ്രദ്ധിക്കുക. ജീവിതത്തിൽ മികച്ച കാര്യങ്ങളുണ്ടെന്ന് ഓർക്കുക. പ്രതിഫലങ്ങൾ നിങ്ങൾ കാത്തിരിക്കുന്നു. അതിൽ ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ മാത്രം. ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തിരഞ്ഞെടുക്കാം. അത് ശീലങ്ങളെ ആശ്രയിച്ചിരിക്കും. തുടർച്ചയായിട്ട് തിരഞ്ഞെടുത്ത ഓപ്ഷനുകൾ നിങ്ങളുടെ ദിനചര്യയായി മാറുന്നു. നിങ്ങൾ വളരെ കാലം ആവർത്തിക്കുന്നത് നിങ്ങളത് ചെയ്യാൻ ശീലിച്ച് ആദ്യമായിട്ടൊരു കാർ ഓടിക്കാൻ തുടങ്ങിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? തുടക്കത്തിൽ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ പതിവായിട്ട് ഇങ്ങനെ വാഹനം ഓടിച്ച് കഴിയുമ്പോൾ അതിൽ എക്സ്പേർട്ടാവും. അപ്പം നമ്മൾ ഏതൊരു ഹാബിറ്റ് ചെയ്യുമ്പോഴും ആദ്യം നമ്മൾ ഒരു ദിവസം ഒരു വര വരയ്ക്കുന്നു. അങ്ങ് പിന്നെ മണ്ടയ്ക്ക് പിന്നെ വരച്ച് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള വരയാകുന്നു. അതുപോലെയാണ് നമ്മുടെ ഹാബിറ്റുകൾ നമ്മളിൽ സ്ട്രോങ് ആകുന്നത്. അപ്പം പുതിയ ഹാബിറ്റ് രൂപപ്പെടുത്താനായിട്ട് 25-30 ദിവസം എടുക്കും. എന്നാൽ സ്വയം റീപ്രോഗ്രാം ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ഇപ്പോഴും ധാരാളം ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പം കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് അതിന് 3 പോയിൻ്റുകളാണ്: ഫോക്കസ്, ആക്ഷൻ, സെൽഫ് ഡിസിപ്ലിൻ, പിന്നെ ധാരാളം ഊർജ്ജവും എനർജി ഉപയോഗിക്കുക. സമ്പന്നമാകാൻ എളുപ്പമാണ്. അപ്പോൾ സമ്പന്നമാകാൻ നമുക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കുറച്ച് ഹാബിറ്റ്സ് ആഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അകത്തൊരു മെയിൻ ഹാബിറ്റ്സാണ് സമ്പന്നമാകാൻ വേണ്ടിയിട്ട് 10% ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പം അതുപോലെ ഹെൽത്തി ബോഡി. അപ്പോൾ അതിന് വേണ്ടിയുള്ള കുറച്ച് ജിമ്മുകൾ, എക്സസൈസ് ചെയ്യുക എന്നുള്ള അതിൻ്റെ കുറച്ച് ഹാബിറ്റ്സ് ഉണ്ട്. ഇതുപോലത്തുള്ള ഹാബിറ്റ്സുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് സക്സസ് ആകാൻ പറ്റും. അപ്പോൾ ഏത് ഒരു കാര്യമാണ് അതിൻ്റെ അകത്തെ ഹാബിറ്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ജീവിത വിജയത്തിന് കുറുക്കുഴിയില്ലാത്തതിനാൽ നിങ്ങൾ ടൈമിനൊപ്പം തുടർച്ചയായിട്ട് പ്രവർത്തിക്കും, എങ്കിൽ മാത്രമേ വിജയിക്കാനാവൂ. നിങ്ങളുടെ മോശശീലങ്ങളിൽ നിന്ന് തുടർച്ചയായിട്ട് ഇങ്ങനെ മോശമായിട്ടുള്ള ശീലം പ്രവർത്തിക്കുകയാണെങ്കിൽ അതിങ്ങനെ നമ്മുടെ ഒരു ഹാബിറ്റായിട്ട് മോശശീലത്തിൻ്റെ ഹാബിറ്റാവും. അങ്ങനെ ജീവിതത്തിൽ നിങ്ങൾ പരാജയപ്പെടുന്നു വ്യക്തമാണ്. ജീവിതത്തിൽ ധാരാളം അവസരങ്ങൾ ലഭിക്കും, എന്നാൽ ഓരോ നിമിഷവും ജീവിക്കുക. നമുക്ക് നാളത്തെ പ്രശ്നമില്ലാത്തതുപോലെ ഇന്ന് ജീവിക്കുക. ജാക്ക് കാൻഫീൽഡ് ഫോക്കസിൻ്റെ ശക്തിയെക്കുറിച്ച് 3 ആരോഗ്യകരമായ ശീലങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് ആഴത്തിലുള്ളതും നല്ലതായിട്ടുള്ള ഉറക്കം നേടുക എന്നുള്ളതാണ്. രണ്ടാമത് ഫോക്കസ് ഓൺ ഇൻക്രീസിങ് യുവർ നോളജ്, അറിവ് വർദ്ധിപ്പിക്കുന്നത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മൂന്നാമത്തേത് നിങ്ങളുടെ ആശയങ്ങൾ എല്ലാവരുടെ മുന്നിൽ വയ്ക്കാൻ ശക്തി ഉണ്ടാക്കുക. ഈ 3 ആരോഗ്യകരമായ ശീലങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അവ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുക.
കാലക്രമേണ അത് നല്ലൊരു ശീലമായിട്ട് മാറുക ചെയ്യും. ഓരോ വർഷവും കുറഞ്ഞത് 4 ഗുഡ് ഹാബിറ്റ്സ് നമ്മൾ ശീലിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ 10 വർഷം കഴിയുമ്പോൾ നമുക്ക് 40 പുതിയ ഹാബിറ്റ്സ്, പുതിയ കഴിവുകൾ നമ്മൾ നേടിയിരിക്കുക. അപ്പോൾ അങ്ങനെ 5 വർഷത്തിനുള്ളിൽ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പ്, ഹെൽത്ത്, ജീവിതശൈലി, സാമ്പത്തിക സമൃദ്ധി എല്ലാം നമുക്ക് ഉണ്ടാവും. അപ്പം ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണോ അതാവോ വിജയത്തിലേക്ക് പരാജയത്തെ നയിക്കുമോ എന്ന് നമ്മൾ സ്വയം ഒന്ന് റിവ്യൂ ചെയ്യണം. അപ്പം പഴയ ഓൾഡ് ഹാബിറ്റ്സ് ഉണ്ടല്ലോ, അത് പോസിറ്റീവ് ഹാബിറ്റ്സായിട്ട് നമ്മൾ മാറ്റി സ്ഥാപിക്കുക. ഡെയിലി മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. അൺപ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ ടോക്സിക് ഹാബിറ്റ്സ് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക. മുന്നോട്ട് പോകുന്നതെന്ന് നിങ്ങളെ തടയുന്ന എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കുക. എന്നിട്ട് അത് മാറ്റി നല്ല ശീലങ്ങൾ അവിടെ മാറ്റി ഉപയോഗിക്കുക. അപ്പം നിങ്ങളുടെ മോശശീലങ്ങൾ നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ നല്ല സുഹൃത്തുക്കളോട് ചോദിക്കുക, എന്താണ് നിങ്ങളുടെ ഉള്ളിലെ മോശശീലങ്ങൾ. നിങ്ങളുടെ പരിസ്ഥിതി ശീലങ്ങളുണ്ട്, ഹാബിറ്റ്, അത് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ മാറി ഷിഫ്റ്റ് ചെയ്ത് വേറെ പുതിയ സ്ഥലത്തോട്ട് മാറുക. പുതിയ അന്തരീക്ഷം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. മോശശീലങ്ങൾ മാറ്റുന്നതിന് വിജയകരമായിട്ട് ആളുകൾ ചെയ്യുന്ന ചില സാങ്കേതിക വിദ്യകളുണ്ട്. അപ്പോൾ ഒന്ന് വിജയിച്ച ആളുകളുടെ ജീവചരിത്രം വായിക്കുക എന്നുള്ള. പിന്നെ 3 സ്റ്റെപ്പുകൾ പറയുന്നുണ്ട്. ഒന്ന്, സ്റ്റെപ്പ് 1, മോണിറ്റർ ആൻഡ് ഐഡൻറ്റിഫൈ യുവർ ബാഡ് ഹാബിറ്റ്സ്. ദുശീലങ്ങൾ കാലക്രമേണ ശക്തമാകുമോ എന്ന് നമ്മൾ ഇമാജിൻ ചെയ്യുക. എന്നിട്ട് അത് നിങ്ങളുടെ ഭാവിയിൽ എങ്ങനെയായിരിക്കും ഒരു 10 വർഷം, 20 വർഷം, 30 വർഷം കഴിയുമ്പോൾ അത് ചിന്തിക്കുക. സത്യസന്ധമായിട്ട് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ സ്വയം നമ്മളെ പറ്റിക്കുന്ന നിർത്തിക്കൊണ്ട് സത്യസന്ധമായിട്ട് ചിന്തിക്കുക. ഇപ്പം നമ്മൾ കള്ളു കുടിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ കള്ളു കൂടി ഒരു 10 വർഷം, 20 വർഷം കഴിയുമ്പോൾ നമ്മളെ എത്രത്തോളം നമ്മളെ ബാധിക്കും. സിഗരറ്റ് വലിക്കുന്ന അങ്ങനെയുള്ള നമ്മൾ ചിന്തിക്കാം. സ്റ്റെപ്പ് 2 ക്രിയേറ്റ് എ ന്യൂ സക്സസ്ഫുൾ ഹാബിറ്റ്. നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് വ്യക്തമായിരിക്കുക. ഏതൊക്കെ പാറ്റേണുകളാണ് നിങ്ങളവിടെ എത്തിക്കുന്നതെന്ന് നമ്മളെ തിരിച്ചറിയുക. ഒരു പുതിയ ഹാബിറ്റ് നമ്മുടെ ഗോൾസിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ആ പുതിയ ഹാബിറ്റിനെ തിരഞ്ഞെടുക്കുക. എന്ന് വെച്ചാൽ വിജയിക്കാൻ വ്യക്തത ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നത്, ആത്മാർത്ഥമായി വിശ്വസിക്കുന്നതും നിങ്ങൾ യാഥാർത്ഥ്യമായി മാറുകയും ചെയ്യുന്നു. സ്റ്റെപ്പ് 3 ഒരു പ്ലാൻ ഉണ്ടാക്കുക. മേക്ക് എ പ്ലാൻ. ആഗ്രഹിക്കുന്ന ശീലത്തിൽ നിന്ന് ആരംഭിക്കുക. ഒരു പുതിയ പ്ലാൻ, ലക്ഷ്യം നേടാനുള്ള പദ്ധതി തയ്യാറാക്കുക. നിങ്ങളുടെ മോശ ശീലങ്ങളും അത് നല്ലതും പോസിറ്റീവുമായ പാറ്റേണുകളായിട്ട് മാറ്റുക. ചാപ്റ്റർ 2, ഇറ്റ്സ് ഓൾ അബൌട്ട് ഫോക്കസ്. സ്വയം ചോദിക്കാം, എന്താണ് നിങ്ങളുടെ ശക്തി? എന്താണ് നിങ്ങൾ മികച്ചത്, ബെസ്റ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ ഏറ്റവും നന്നായി ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ശക്തി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുക. മറ്റുള്ളവരെ അവഗണിക്കുക. വാട്ട് യു ഡു ബെസ്റ്റ്, അതിനായിട്ട് കൂടുതൽ സമയം ഉപയോഗിക്കുക. മറ്റുള്ളവർ ഏറ്റവും നന്നായി ചെയ്യുന്നത് ചെയ്യാൻ മറ്റുള്ളവരെ അനുവദിക്കുക. നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റുകൾ എന്ന് തിരിച്ചറിയുക. എവിടെയാണ് നിങ്ങളുടെ ഊർജ്ജം നിക്ഷേപിക്കുന്നത് അവിടെ ഫോക്കസ് കൊണ്ടുവരിക. നല്ല ഫലങ്ങൾ ലഭിക്കുന്നത് തുടർച്ചയായിട്ട് പരിശീലിക്കുക. വിജയികളായ ആളുകൾ വിജയിക്കുന്നതല്ല, അവരുടെ ശക്തിയും ബലഹീനതയും അറിയുന്നതിനാണ്. അവരുടെ ശക്തികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതോടെ അവർക്ക് അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ കഴിയും. ലയൺ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ, ലെബ്രോൺ ജെയിംസ് എന്നിവരെല്ലാം കുട്ടിക്കാലം മുതലേ കായിക രംഗത്ത് പരിശീലിച്ചിരുന്നു. അവർ ചെയ്യുന്നതിന് അവർ ഇഷ്ടപ്പെടും, അതുകൊണ്ട് അവർ മെച്ചപ്പെടുകയും ചെയ്യുന്നു. സൂപ്പർ താരങ്ങൾ അവരുടെ സ്വാഭാവിക കഴിവുകൾ പ്രവർത്തിക്കുകയും ദൈനംദിന അച്ചടക്കത്തോടെ ഡിസിപ്ലിനോടുകൂടി അവരുടെ കഴിവുകൾ വികസിപ്പിക്കുകയും ചെയ്യുന്നു. ജീവിതത്തിൽ നിങ്ങൾ നന്നായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ ഇപ്പോൾ ഫോക്കസ് കൊണ്ടുവരിക. നമുക്ക് പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല, അതുകൊണ്ട് ഫോക്കസ് അത്യാവശ്യമാണ്. ദൈനംദിനമായിട്ടുള്ള ഡിസിപ്ലിൻ നിങ്ങളെ മികച്ച വിജയത്തിലേക്കാണ് നയിക്കുന്നത്. അതിനുള്ള മുഴുവൻ ഡൊമൈനും ഉപയോഗിച്ച് നിങ്ങളുടെ ഏത് ജോലിയാണോ സ്വയം ഫോക്കസ് കൊണ്ട് പൂർത്തീകരിക്കുക. സ്വയം ചോദിക്കുക, എന്തിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ ചിന്തിക്കേണ്ടത്? എൻ്റെ ദീർഘകാല ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഞാൻ സഹായകനാകുമോ? ഈ 3 രീതിയിൽ ഫോക്കസ് ചെയ്യാനായിട്ടുള്ള 3 രീതികൾ പറയുന്നുണ്ട്. ഒന്ന്, യുവർ സെൽഫ്, നമ്മുടെ ഭാഗത്ത് യുവർ സെൽഫ് സൈഡിൽ നിന്ന് ഓവർകം സെൽഫ് ഡബുട്ട് ആൻഡ് നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്ത് പ്രവർത്തിക്കുക. അതർ പീപ്പിളിൽ മുൻഗണനകൾ സജ്ജമാക്കുക. 3ാമത്തെ പോയിൻറ്റ്, മെയിൽ ആൻഡ് ടെലിഫോൺസാണ്. ഓരോ 2 മിനിറ്റിൽ നിങ്ങളുടെ ഫോൺ പരിശോധിക്കുക നിർത്തുക. ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോൺ നിങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുക. നല്ല ഭാവി നിങ്ങളെ കാത്തിരിക്കുന്നു, എന്നാൽ അതിനായിട്ട് ആദ്യം നിങ്ങളുടെ ഉപയോഗശൂന്യമായ കാര്യങ്ങളിൽ നിന്ന് മുക്തി നേടുകയും മുന്നോട്ട് പോകാൻ നിങ്ങളെ സഹായിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. ചാപ്റ്റർ 3 ഡു യു സീ ദ ബിഗ് പിക്ചർ. നിങ്ങളുടെ ലക്ഷ്യങ്ങളുടെ ബിഗ് പിക്ചർ കാണുക. നിങ്ങൾക്ക് നല്ല ഭാവി കെട്ടിപ്പടുക്കണമെങ്കിൽ വ്യക്തത ആവശ്യമാണ്. കൂടാതെ വലിയ ചിത്രം നിർമ്മിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു 6 ഘട്ടങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കുക. എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് തീരുമാനിച്ചതിന് ശേഷം നിങ്ങളുടെ കാരണം അറിയുക. ക്രിയേറ്റ് മോട്ടിവേഷണൽ പിക്ചേഴ്സ്. നിങ്ങളുടെ ലക്ഷ്യങ്ങളുടെ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്കത്
അനുഭവപ്പെടാൻ തുടങ്ങും. നിങ്ങളുടെ ചിന്തകൾ പകർത്തുക, പ്രചോദനാത്മകമായ ആശയങ്ങൾ എഴുതുക, നിങ്ങളുടെ സ്വപ്നങ്ങൾ ഓർക്കുക, ദൃശ്യവൽക്കരിക്കുക, ചിന്തിക്കുക, പ്രതിഫലിപ്പിക്കുക, അവലോകനം ചെയ്യുക. ഫൈൻഡ് ആൻ അഡ്വൈസർ, ഒരു മെൻറ്ററെ നമ്മൾ കണ്ടുപിടിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ആവേശം അനുഭവപ്പെടാം. ഈ ആവേശത്തിൽ നിന്നുള്ള പ്രചോദനം നിങ്ങളുടെ ഗോൾ നേടാൻ നിങ്ങളെ സഹായിക്കുന്നു. ചാപ്റ്റർ 4 ഓവർകമ്മിങ് ഫെയിലിയർ. ഗോൾസിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ചില തടസ്സങ്ങളൊക്കെ നമ്മൾ നേരിടും. നമ്മൾ ഫേസ് ചെയ്യുന്ന അൺഫേവറബിൾ കണ്ടീഷൻസിൽ നമുക്ക് 2 ഓപ്ഷൻസാണ് ഉള്ളത്. ഓരോ ഓപ്ഷൻ എന്ന് വെച്ചാൽ ഒന്നും ചെയ്തെല്ലാം ശരിയാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുക. രണ്ടാമത്തത് ചലഞ്ചിനെ ഭയപ്പെടുന്നതിന് പകരം വെല്ലുവിളി നിറഞ്ഞായിട്ട് പ്രവർത്തിക്കുക. ഒരു ചാമ്പ്യൻ്റെ മാനസികാവസ്ഥ വികസിപ്പിക്കുക, വലുതായിട്ട് ചിന്തിക്കുക, വലിയ കാര്യങ്ങൾ ചെയ്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വിജയികളെ ആളുകൾക്ക് വലിയ സ്വപ്നങ്ങളുണ്ട്, അവർ വലിയ ഗോൾസ് വയ്ക്കുന്നു. മറ്റുള്ളവരെ പോലെ അവർക്കും കാര്യമായ തടസ്സങ്ങൾ നേരിടേണ്ടി വരും. എന്നാൽ അവർ തങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കാനും സ്വയം വെല്ലുവിളിക്കാനും മാത്രമാണ് വലിയ പദ്ധതികൾ തിരഞ്ഞെടുക്കുന്നത്. ചാപ്റ്റർ 5 ബിൽഡിംഗ് എക്സലൻറ്റ് റിലേഷൻഷിപ്പ്. ഗുഡ് റിലേഷൻഷിപ്പുള്ള ആളുകൾക്ക് ഇൻക്രെഡിബിൾ ഓപ്പർച്യൂണിറ്റീസ് നയിക്കാനാകും. ജീവിതത്തിൻ്റെ സ്പൈറൽ കാണാൻ കഴിയും. ഇപ്പോൾ 2 സ്പൈറലാണ്, അപ്വേർഡ് സ്പൈറലും ഡൗൺവേർഡ് സ്പൈറലും. അപ്വേർഡ് സ്പൈറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ശരിയായി നടക്കുന്ന സമയത്തെ പ്രതിനിധീകരിക്കുന്നു. നല്ല ബന്ധങ്ങൾ, നല്ല അനുഭവം, ഉയർന്ന ആത്മവിശ്വാസം ഉണ്ടാകുന്നു. നിങ്ങളുടെ ഉയർന്ന വിശ്വാസത്തിലൂടെ നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും. നിങ്ങളുടെ ബന്ധം ഒരു ദീർഘകാല സൗഹൃദമോ ബിസിനസ് ബന്ധമോ ആകുന്നത് വരെ പരിപോഷിപ്പിക്കുക, വിപുലീകരിക്കുക, സമ്പുഷ്ടമാക്കുക. ഡൗൺവേർഡ് സ്പൈറൽ എന്ന് വെച്ചാൽ ജീവിതം സങ്കീർണമാവുകയും പിരിമുറുക്കം വർദ്ധിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. നിങ്ങളുടെ വിജയത്തിൻ്റെ വഴിയിൽ വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളും വരുന്നു ഈ ഡൗൺവേർഡ് സ്പൈറലാകുമ്പോൾ. നിങ്ങളുടെ ഗോൾസിന് തടസ്സമായി നിൽക്കുന്ന വ്യക്തിയിൽ നിന്നും അകന്ന് ഗോൾസ് ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ആത്മാവിനെ നിരന്തരം പ്രചോദിപ്പിക്കുകയും പരിപോഷിപ്പിക്കുകയും നിറയ്ക്കുകയും ചെയ്യുന്ന ആളുകളുമായിട്ട് സമയം ചെലവഴിക്കുന്നതിൽ നിന്നാണ് യഥാർത്ഥ സന്തോഷം ലഭിക്കുന്നത്. അത്തരം ആളുകളെ തിരിച്ചറിയാൻ ഈ 3 ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക. ഡു യു ലൈക്ക് ദം? ഡു യു ട്രസ്റ്റ് ദം? ഡു യു റെസ്പെക്ട് ദം? ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന 5 പേരുടെ ശരാശരി ആണ് നിങ്ങളെന്ന് ഓർക്കുക. അവരോടെല്ലാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സത്യസന്ധത പുലർത്തുക. സത്യസന്ധത പുലർത്തുന്നതിലൂടെയാണ് നിങ്ങളുടെ ജോലിയല്ല പ്രവൃത്തി പോസിറ്റീവായിട്ട് പൂർത്തിയാക്കാൻ കഴിയും. ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന മെൻറ്ററിനെ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുക. ചാപ്റ്റർ 6 ദ കോൺഫിഡൻസ് ഫാക്ടർ. ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ആത്മവിശ്വാസമാണ് പ്രധാനമാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് 6 കോൺഫിഡൻസ് ബിൽഡിംഗ് സ്ട്രാറ്റജീസ് പറയുന്നുണ്ട്. നിങ്ങൾ നന്നായി ചെയ്തതെല്ലാം ഓർക്കുക, എല്ലാ ദിവസവും അത് ഓർക്കുക. വിജയിച്ച ആളുകളുടെ ജീവചരിത്രങ്ങൾ വായിക്കുക, നന്ദിയുള്ളവരായിരിക്കുക, ബി താങ്ക്ഫുൾ. വിജയിച്ച ആളുകളോടൊപ്പം നിൽക്കുക, സ്റ്റേ വിത്ത് സക്സസ്ഫുൾ പീപ്പിൾ. സ്വയം വെല്ലുവിളിക്കുകയും ഷോർട്ട് ടൈം ഗോൾസ് നേടുന്നതിൽ ഫോക്കസ് ചെയ്യുക. എല്ലാ ആഴ്ചയും നിങ്ങൾക്കായിട്ട് എന്തെങ്കിലും നല്ലത് ചെയ്യുക. ചാപ്റ്റർ 7 ആസ്ക് ഫോർ വാട്ട് യു വാണ്ട്. കുട്ടികൾ അവർക്ക് ആവശ്യമുള്ളത് ലഭിക്കുന്നവരെങ്കിൽ ചോദിക്കുന്നത് നിങ്ങൾ കണ്ടിരിക്കാം. എന്നാൽ വളരും തോറും അവർ ചോദിക്കുന്നത് ഇങ്ങനെ കുറച്ചുകൊണ്ട് വരും. അത് ചോദിക്കുന്നത് പിന്നെ അപകടകരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ നിർത്തുന്നത്. നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലെന്ന് കരുതുക. നിങ്ങൾ റിസ്ക് എടുക്കണം. നിങ്ങൾ വിജയിക്കുന്നവരെ സ്വയം ചോദിക്കുക. മിക്ക ആളുകളും തിരസ്കരണത്തെ ഭയപ്പെടുന്നു, അവർക്ക് ആവശ്യമുള്ളത് ചോദിക്കുന്നില്ല. ഇതിലൊരു 5 പോയിൻറ്റ്സാണ് ഈ ആസ്ക് ഫോർ വാട്ട് യു വാണ്ടിനെ കുറിച്ച് പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വ്യക്തമാക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന തുടർച്ചയായിട്ട് പ്രവർത്തിക്കുക. തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരിക്കുക. ആസ്ക് ക്രിയേറ്റിവിറ്റി, ആസ്ക് ഹോണസ്റ്റ്ലി. ചാപ്റ്റർ 8 പെർസിസ്റ്റൻറ്റ് സോളിഡിറ്റി. മരം വളർത്തുന്നത് പോലെ വേരുകൾ ആഴ്ന്നിറങ്ങി ദൃഢമാകുന്നത് വരെ മരം വളരാൻ സമയമെടുക്കും. അതുപോലെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് നിരന്തരമായി പരിശ്രമം ആവശ്യമാണ്. ചെറിയ തിരമാലകൾ പോലും ദീർഘകാലത്തെ പരിശ്രമത്തിലൂടെ കഠിനമായ കല്ലിനെ മിനുസപ്പെടുത്തും. നിങ്ങളുടെ സ്ഥിരതയുള്ള പ്രവർത്തനം വിജയത്തിലേക്ക് നയിക്കും. നിങ്ങളുടെ ഇൻറ്റഗ്രിറ്റി വികസിപ്പിക്കുന്നതിന് ഈ 3 കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കുക. എപ്പോഴും സത്യം പറയുമ്പോൾ ആളുകൾ നിങ്ങളെ വിശ്വസിക്കും. പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുക. പ്രോമിസ് കൊടുത്തിട്ട് അത് പാലിക്കുമ്പോൾ ആളുകൾ നിങ്ങളെ ബഹുമാനിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവർക്ക് ഫീൽ സ്പെഷ്യൽ ആകുമ്പോൾ ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. ചാപ്റ്റർ 9 ടേക്കിംഗ് ഡിസിസീവ് ആക്ഷൻ.
പ്രൊക്രാസ്റ്റിനേഷൻ അവസാന നിമിഷം പരിഭ്രാന്തിയിലേക്ക് നയിക്കുന്നു. ചിലപ്പോൾ അവസരങ്ങൾ നഷ്ടപ്പെടും. ആളുകൾ മടുപ്പ് കാരണമാണ് ജോലിയുടെ പെൻഡിങ് കാരണം കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന അവസ്ഥ, ലോ സെൽഫ് വർത്ത്, ജോലി ആസ്വദിക്കാൻ കഴിയാത്ത അവസ്ഥ, എളുപ്പത്തിൽ ശ്രദ്ധ വ്യതിചലിക്കുന്നതിനാലോ ലേസി മാനസികാവസ്ഥ വരുമ്പോഴാണ് പ്രൊക്രാസ്റ്റിനേഷൻ ചെയ്യുന്നത്. ഏത് പ്രധാന തീരുമാനം എടുക്കുമ്പോൾ ചിന്തിക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക, ഡബിൾ സ്പൈറലിൻ്റെ ടെക്നിക്ക് ഉപയോഗിച്ച് തീരുമാനിക്കുക, മണി, പവർ ആൻഡ് സെക്സ് എന്നിവയെക്കുറിച്ച് എപ്പോഴും ശ്രദ്ധാലുവായിരിക്കുക. ഈ 3 കാര്യങ്ങളാണ്. മണി, പവർ, സെക്സ് നിങ്ങളെ വളർത്താനും കഴിയും, അതുപോലെ തളർത്താനും കഴിയും. കടുവ വേട്ടയാടുന്ന പോലെ ഇരയെ കണ്ടെത്തുമ്പോൾ കടുവ നിശ്ചയദൃഢമായ പ്രവർത്തനത്തിലൂടെ ആക്രമിക്കുന്നു. നിങ്ങളുടെ ഗോൾസ് അതുപോലെ വേട്ടയാടണം. കാട്ടിൽ തീ പടരുന്നത് പോലെ ചെറിയ തീപ്പൊരി പോലും വേഗത്തിൽ നിശ്ചയദൃഢമായി പ്രവർത്തിച്ചാൽ വലിയ കാട്ടുതീയിൽ പൊതിയും. നിങ്ങളുടെ ചെറിയ പ്രവർത്തനം പോലും വലിയ വിജയത്തിലേക്ക് നയിക്കും. വലിയ ലക്ഷ്യം നേടാനായിട്ട് ടാഡ ഫോർമുല പറയുന്നുണ്ട്. ടാഡ എന്ന് വെച്ചാൽ TADA, തിങ്ക്, ആസ്ക്, ഡിസൈഡ്, ആക്ട്. തിങ്ക് എന്ന് വെച്ചാൽ ചിന്തിക്കാൻ കൂടുതൽ സമയമെടുക്കുമ്പോൾ മികച്ച ഫലം ലഭിക്കും. ആസ്ക്, ഒരു പ്രധാന തീരുമാനം എടുക്കുന്നതിന് മുമ്പ് സ്വയം പലതവണ ചോദിക്കുക, ഈ തീരുമാനം എടുക്കുന്നത് ശരിയാണോ. ഡിസൈഡ്, പെട്ടെന്ന് തീരുമാനമെടുക്കുക, എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. ആക്ട്, ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി തുടർച്ചയായിട്ട് പ്രവർത്തിക്കുക. ചാപ്റ്റർ 10 ലിവിങ് ആൻഡ് വർക്കിംഗ് ഓൺ പർപ്പസ്. ഏകാന്തമായ സ്ഥലം കണ്ടെത്തുക. പർപ്പസ് ഓഫ് എക്സിസ്റ്റൻസിൻ്റെ ഉദ്ദേശം കണ്ടെത്താനും ഉദ്ദേശത്തിൻ്റെ ഒരു പ്രസ്താവന തയ്യാറാക്കുകയും ചെയ്യുക. നിങ്ങളുടെ ഉദ്ദേശം നിങ്ങളുടെ സ്വാഭാവിക കഴിവുകളുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. നിശ്ചയദാർഢ്യമുള്ളവരായിരിക്കുക. സക്സസ് വരുമ്പോൾ വിനീതമായ മനോഭാവം നിലനിർത്തുക. ഇന്നർ ലെവൽ സക്സസ് ആകുമ്പോഴാണ് നമ്മൾ ഔട്ടർ ലെവലും സക്സസ് ആകുന്നത്. ഈ ബുക്ക് കുറച്ച് എക്സസൈസ് പറയുന്നുണ്ട്. ടോപ്പ് 10 ഗോൾ ചെക്ക് ലിസ്റ്റ് ഉണ്ട്. നിങ്ങൾ സെറ്റ് ചെയ്ത ലക്ഷ്യങ്ങൾ വാലിഡേറ്റ് ചെയ്യാനും ഗോൾസ് ശരിയായ പാതയിലാണോ എന്ന് ചെക്ക് ചെയ്യുക. അതിലൊന്നാമത്തെ പോയിൻ്റ്, യുവർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗോൾ മസ്റ്റ് ബി യുവേഴ്സ്. നിങ്ങൾ എന്തായി തീരണമെന്ന് തീരുമാനിക്കാൻ ആരെയും അനുവദിക്കരുത്. വിജയത്തിന് നിങ്ങളുടെ സ്വന്തം ഡെഫിനിഷൻ നൽകുക. യുവർ ഗോൾ മസ്റ്റ് ബി മീനിങ് ഫുൾ. എന്താണ് എനിക്ക് ശരിക്കും പ്രധാനം? എന്താണ് ഇത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം? യുവർ ഗോൾ മസ്റ്റ് ബി സ്പെസിഫിക് ആൻഡ് മെഷറബിൾ. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിർദ്ദിഷ്ടവും അളക്കാവുന്നതുമായിരിക്കണം. വെൻ, ഹൗ, വൈ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വ്യക്തമാക്കുക. യുവർ ഗോൾ മസ്റ്റ് ബി ഫ്ലെക്സിബിൾ. യുവർ ഗോൾ മസ്റ്റ് ബി ചലഞ്ചിങ് ആൻഡ് എക്സൈറ്റിംഗ്. യുവർ ഗോൾ മസ്റ്റ് ബി ഇൻ അലൈൻമെൻറ്റ് വിത്ത് യുവർ വാല്യൂസ്. യുവർ ഗോൾ മസ്റ്റ് ബി വെൽ ബാലൻസ്ഡ്. നിങ്ങൾക്ക് വിശ്രമിക്കാനും ജീവിതത്തിൽ മികച്ച കാര്യങ്ങൾ ആസ്വദിക്കാൻ സമയം നൽകുന്ന മേഖലകൾ ഉൾപ്പെടുത്തുന്നത് ഉറപ്പാക്കുക. യുവർ ഗോൾ മസ്റ്റ് ബി റിയലിസ്റ്റിക്. യുവർ ഗോൾ മസ്റ്റ് ഇൻക്ലൂഡ് കോൺട്രിബ്യൂഷൻ. യുവർ ഗോൾ നീഡ് ടു ബി സപ്പോർട്ടഡ്. ഇങ്ങനെ ഒരു 10 ചെക്ക് ലിസ്റ്റാണ് നമ്മുടെ ഗോളിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. യുവർ മാസ്റ്റർ പ്ലാൻ ഒരു 7 പോയിൻറ്റ്സ് പറയുന്നുണ്ട്. റിവ്യൂ ചെയ്യുക നിങ്ങളുടെ 10 ഗോളിൻ്റെ ചെക്ക് ലിസ്റ്റ്. പിന്നെ ഗോ ഫോർ ദ ഗസ്റ്റോ 101 ഗോൾസ്. അടുത്ത 10 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്ന 101 കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് മുൻഗണന നൽകുകയും ഓരോന്നിനും ഒരു യഥാർത്ഥ സമയപരിധി നിശ്ചയിക്കുകയും ചെയ്യുക. ക്രിയേറ്റ് എ പിക്ചർ ഗോൾ ബുക്ക്. യൂസ് ആൻ ഐഡിയാസ് ബുക്ക്. Visualize, think, reflect and review. Develop mentors and mastermind group. Try to achieve focusing system. ബി അലേർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞ ടെക്നിക്ക് പറയുന്നുണ്ട്. ബി എന്ന് വെച്ചാൽ ബ്ലൂ പ്രിൻ്റ്, എ ആക്ഷൻ, എൽ ലേണിംഗ്, ഇ എക്സസൈസ്, ആർ റിലാക്സിങ്, ടി തിങ്കിങ്. ഹൗ ടു അച്ചീവ് യുവർ ഓൺ പർപ്പസ്. അലൈൻ യുവർ പർപ്പസ് വിത്ത് യുവർ നാച്ചുറൽ എബിലിറ്റി. ബി ഡിറ്റർമൈൻഡ്. മെയിൻറ്റെയിൻ എ ഹംബിൾ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഈ ബുക്കിൻ്റെ കൺക്ലൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മോശ ശീലങ്ങൾ നല്ലതും പോസിറ്റീവായ പാറ്റേണുകളായിട്ട് മാറ്റുക. നിങ്ങളുടെ ഉപയോഗശൂന്യമായ കാര്യങ്ങൾ ഒഴിവാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വലിയ ചിത്രം കാണാൻ തുടങ്ങുക. തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഉപദേശകനെ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുന്നത് തുടരുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് സ്വയം ചോദിക്കുക. ഈ ബുക്ക് വായിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഈ ബുക്കിൻ്റെ സമ്മറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ലിജു.